ലോകപ്രസിദ്ധമായ അലക്സാണ്ട്രിയ ലൈബ്രറിക്ക് മുമ്പിലാണ് നമ്മളുള്ളത്. ഇത് ഈജിപ്തിലെ ഏറ്റവും പ്രധാന നഗരമായ അലക്സാണ്ട്രിയയിലാണ്. ടോളമി ഒന്നാമൻ്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച് ടോളമി രണ്ടാമനാണ് BC 290 ഇത് പൂർത്തിയാക്കിയത്. BC 48 ജൂലിയസ് സീസർ കത്തിച്ചു. 1998 ഹുസൈൻ കമാൽ ബഹാവുദ്ദീൻ എന്ന ഭരണാധികാരി പുതുക്കി നിർമ്മിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ പുതുക്കുന്നത്. 12,500 സ്ക്വയർ മീറ്ററാണ് ഇതിൻ്റെ അളവ്. അതിനുള്ളിൽ വായനക്കും പഠനത്തിനും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഭൂമിക്കടിയിലേക്ക് 15.8 മീറ്ററും മുകളിലേക്ക് 37 മീറ്ററുമാണ് ഇതിൻ്റെ നിർമ്മാണം. വളരെ പ്രാധാന്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 120 ലിപിയുടെ പ്രതീകങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ മലയാള ഭാഷയിൽ പോലും ഒരക്ഷരം ഇവിടെ പുറത്തെഴുതി വെച്ചത് കാണാം. വളരെ മനോഹരമായ നിർമ്മിതിയാണ്. ഇത് ചരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം എപ്പോഴും പ്രവേശിക്കാൻ സൗകര്യമുള്ളതിനാൽ വായനക്ക് വളരെ സൗകര്യം ലഭിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് അലക്സാണ്ട്രിയയിലെ ഈ ലൈബ്രറി നിർമ്മിച്ചിരിക്കുന്നത്. കൗതുകകരമായ കാഴ്ചയാണ്. ലോകത്തിലെ നാനാ വിഭാഗത്തിൽ നിന്നും ആളുകൾ ഇവിടെ വരികയും നമ്മളിപ്പോൾ കാണുന്ന അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് പോലും ഇവിടെ പഠിക്കാൻ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ലോകത്തിലെ 120 ലിപികൾ ഇവിടെ മതിന്മേൽ കൊത്തുപണികളായിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട്. പല പല രാജ്യത്ത് പല പല ലിപികൾ. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അക്ഷരം ഇവിടെ കാണും. അലക്സാണ്ട്രിയ ലൈബ്രറിൻ്റെ അടുത്താണ് ഇത് കാണുന്നതാണ്. ലൈബ്രറി ഉൾഭാഗത്ത്